മൂക്കുത്തി എവിടെ? ഞങ്ങളുടെ അമ്മയുടെ മൂക്കുത്തി കാണുന്നില്ലല്ലോ. അയ്യോ, നീ ഇതെന്ത് പരീക്ഷണമാണ് അമ്മേ? ഇത്ര കാലത്തിനിടയില് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഈ പൂജാമുറിയിലുള്ള ചെറിയ സാധനങ്ങൾ പോലും എത്ര ഭദ്രമായിട്ടാണ് ഇരുന്നത്. എന്നിട്ടിപ്പോ അമ്മയുടെ മൂക്കത്തി കാണാനില്ല എന്ന് പറഞ്ഞ ഇതെന്ത് പരീക്ഷണാണ് അമ്മേ? ഏട്ടാ, 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 ഒന്ന് വേഗം വാ ചേട്ടാ. ഇവിടെ എന്താ സംഭവിച്ചു? മൂക്കത്തി പൂജാമുറിയിൽ കാണുന്നില്ല ഏട്ടാ. ഇത്ര കാലത്തിനിടയില് മുക്കുത്തി പൂജാമുറിയിൽ നിന്നും ഇതുവരെ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതെന്താ ചേട്ടാ ഇങ്ങനെ സംഭവിച്ചത്? ഇന്നലെ പൂജയ്ക്കുള്ള സാധനങ്ങൾ വൃത്തിയാക്കിയതല്ലേ? എവിടെയെങ്കിലും വെച്ച് മറന്നു കാണാൻ. നമുക്ക് ശരിക്കും ഒന്നുകൂടെ നോക്കാമേ. അതെ അമ്മേ, തീരെ ചെറുതല്ലേ, തിരക്കിൽ എവിടെങ്കിലും വെച്ച് മറന്നുപോയി കാണും. ഉറപ്പായിട്ടും അത് അവിടെ എവിടെങ്കിലും കാണും. എടാ, ഞാൻ നന്നായിട്ട് നോക്കിയതാ, അത് കാണുന്നില്ല മോനെ. നീ നന്നായിട്ട് ഒന്നുകൂടി തിരയ്. നിങ്ങൾ എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നത്? പൂജാമുറിയിലേക്ക് ആദ്യമായിട്ടാണോ ഞാൻ ഇങ്ങനെ പോകുന്നത്? പൂജാ സാധനങ്ങൾ വൃത്തിയാക്കിയിട്ട് തിരിച്ചു വെക്കുന്നത് എന്താ പുതിയ കാര്യമാണോ? അങ്ങനെ പറഞ്ഞതല്ല വേദ. ചിലപ്പോ എന്തെങ്കിലും അബദ്ധത്തില് അങ്ങനെ സംഭവിച്ചതായിക്കൂടെ? അതെ അമ്മമ്മേ, ഇടങ്കൈ കൊണ്ട് വെക്കുന്ന വസ്തുക്കള് പിന്നെ എവിടെയാണെന്ന് ഓർമ്മ കാണില്ലെന്നല്ലേ? നിങ്ങളും ചിലപ്പോ മറന്നുപോയതായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കോ? നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? ഇങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവുന്നതിന്റെ സൂചനയായിരിക്കോ? ശ്രീകരന്റെ കല്യാണം അടുത്തു വരുന്ന ഈ സമയത്ത് എന്താ ഇങ്ങനെയൊക്കെ? ഇതെന്തിന്റെ സൂചനയാന്ന് മനസ്സിലാവുന്നില്ല. കാണുന്നില്ലെന്ന് പറഞ്ഞ നഷ്ടപ്പെട്ടു എന്നല്ല, ചിലപ്പോ ആരെങ്കിലും എടുത്തതാണെങ്കിലോ? അമ്മയുടെ മുക്കുത്തി അവിടെ നിന്നും ആരെടുക്കാനായിട്ടാ? ആരെങ്കിലും അത് എടുത്തിട്ടില്ലെങ്കിൽ കാറ്റത്ത് പറന്നു പോയതാണോ അത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? എന്ത് ചോദ്യാമേ? ആ മുറിയിലേക്ക് കയറാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടോ? അതെ, മുമ്പ് എപ്പോഴോ ഞങ്ങൾ കേറിയപ്പോ കരണ്ട് ഷോക്ക് അടിച്ച കാക്കയെ പോലെ ആയിരുന്നു. അന്ന് തൊട്ട് ഇങ്ങനെയുള്ള സാഹസങ്ങളൊന്നും കാണിക്കാറില്ല. പിന്നെ വീട്ടിൽ നിന്ന് അതങ്ങനെ പുറത്തുപോയി, കള്ളന്മാരൊന്നും കേറിയില്ലല്ലോ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. പോലീസിന് ഇൻഫോം ചെയ്താലോ വേദ? പോലീസിന്റെ ആവശ്യമൊന്നും ഇല്ലച്ച. മുക്കുത്തി എടുത്തത് ആരായിരിക്കുമെന്ന് എനിക്ക് ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? എന്ത് ക്ലാരിറ്റി? ആരെടുത്തതായിരിക്കും കരുതുന്നത്? ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കും വേറൊന്നും തോന്നരുത്. ഇതിൽ എന്ത് തോന്നാനാ മോളെ? എടുത്ത ആളെ അറിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ? അവനെ എടുത്തു കാണുമെന്ന എന്റെ സംശയം. നിഹാരിക, എന്തിനാ അലറുന്നേ? ഇത് തന്നെ ഞാൻ പറഞ്ഞാലോ? അതെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ നിനക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അവൾ ഒരിക്കൽ അമ്മയുടെ വിഗ്രഹത്തെ കാത്തു സൂക്ഷിച്ചവളാ. അവൾ അങ്ങനെ ചെയ്യില്ല. എന്നാലും നീ ആവനിയെ സംശയിക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരല്ലോ, അതിനെന്തെങ്കിലും തെളിവ് വേണം. അതെ നിഹാരിക, നീ പറഞ്ഞതൊരു ചെറിയ കാര്യമല്ല. ഞാൻ വെറുതെ എന്റെ വായിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യം പറഞ്ഞതൊന്നും അല്ല ശ്രീകരേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്റെ പേര് പറഞ്ഞത് എന്തിനാ? എന്ത് ധൈര്യത്തിലാ നീ എന്റെ പേര് പറഞ്ഞത്? അതമ്മേ, അമ്മയെ കൂടാതെ പൂജാമുറിയിൽ കയറാനുള്ള അവകാശം വേറെ ആർക്കാ ഉള്ളത്? അവനിക്ക്. അവള് രാത്രി പൂജാമുറിയിലേക്ക് പോയിരുന്നു. നീ എങ്ങനെ അറിഞ്ഞു? അവന് തന്നെ പറഞ്ഞതാ.
നീ പൂജാമുറിയിലേക്ക് പോയിരുന്നോ? നിഹാരിക പറഞ്ഞത് സത്യമാണോ? ഞാൻ പറഞ്ഞത് സത്യമാണോ എന്നും അവിടെ പോയിരുന്നോ എന്നും അവനോട് തന്നെ ചോദിക്കമ്മേ. ഇന്നലെ മോള് പൂജാമുറിയിലേക്ക് പോയിരുന്നോ? പോയിരുന്നു അമ്മേ. അപ്പോ അത് അവള് തന്നെയാവും എടുത്തത്. പോയിരുന്നു, പക്ഷെ മൂക്കുത്തി ഞാൻ അവിടെ നിന്നും എടുത്തിട്ടില്ല. നീ തന്നെയാ എടുത്തത്. ഞാൻ പോയത് അതിനു വേണ്ടി ആയിരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരുന്നോ? ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ കഴിയില്ല. ഏട്ടന് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ലാത്ത സമയത്ത് ഇക്കാര്യം പറഞ്ഞ പ്രയോജനവും ഇല്ല. മുക്കുത്തിക്ക് വേണ്ടിയല്ല പോയതെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ പോയത്? പറയാ അവനി. ഇത് ചെറിയ കാര്യമല്ല അവനി. എന്തിനു പോയെന്ന് പറ. പോയത് സത്യോ, പക്ഷേ മൂക്കുത്തിയുടെ കാര്യം എനിക്ക് സത്യമായിട്ടും അറിയില്ല. വേണമെങ്കിൽ അമ്മേനെ തൊട്ട് സത്യം ചെയ്ത് പറയാനും ഞാൻ തയ്യാറാ. പൂജാമുറിയിൽ കയറിയത്രേ, പക്ഷെ എടുത്തില്ലത്രേ. വേണമെങ്കിൽ സത്യം ചെയ്യാത്രേ, അത് വിശ്വസിക്കണോ അത്രേ. അനന്തരവള് എന്ന് പറഞ്ഞ് തലയിലെടുത്തിട്ട് ഇപ്പൊ അവള് കാണിച്ചത് കണ്ടില്ലേ? പൂജാമുറിയിൽ കയറി എന്ന് കരുതിയത് ഞാൻ എടുത്തെന്നാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവനി. ആ മൂക്കുത്തി കട്ടെടുത്ത കള്ളി നീ തന്നെയാ. നിഹാരിക, കട്ടെടുത്തവരെ കള്ളി എന്നേ വിളിക്കാൻ പറ്റൂ. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. നീ ചെയ്യാറുണ്ടായിരിക്കും. കയറിയത് നീയാ, ഞാനല്ല. പൂജാമുറിയിലേക്ക് പോവാൻ മറ്റാർക്കും അവകാശമില്ലാത്തപ്പോ അതെടുത്തത് നീയാണെന്ന് വിശ്വസിക്കാതെ വഴിയില്ല അവനി. ഉടനെ തന്നെ അമ്മയുടെ ആ മുക്കുത്തി എനിക്ക് തിരിച്ചു കിട്ടണം. നിങ്ങൾ എന്നെ സംശയിക്കുകയാണോ അമ്മേ? നിന്നെ അല്ലാതെ മറ്റൊരാളെയും സംശയിക്കാനാവില്ല. തെറ്റ് ചെയ്തവർക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ നിൽക്കാൻ അർഹതയുണ്ടാവില്ല. പിടിച്ച് പുറത്താക്കേണ്ടി വരും. അമ്മാവ, നിങ്ങളും എന്താ ഇങ്ങനെ? നിനക്ക് ഒരു ദിവസം സമയം തരും ഞാൻ. ഒരു ദിവസത്തിനുള്ളിൽ അമ്മയുടെ മൂക്കുത്തി അമ്മയുടെ മുൻപിലും എന്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും അവനി. നിന്റെ വിഗ്രഹം സംരക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രാണം പണയം വെച്ചവളായി ഞാൻ. അങ്ങനെയുള്ള ഞാൻ പവിത്രമായി നിന്റെ മുക്കുത്തി മോഷ്ടിച്ചെന്നോ? എന്തിനാ ഈ പരീക്ഷണം? പരീക്ഷിച്ചത് അതിന് അമ്മയല്ലല്ലോ, ഞാനാ. ഞാൻ ഇന്നലെ അവിടെ എടുത്ത പരിശ്രമത്തെ നീ ഒന്ന് മുതലെടുത്തു. അപ്പൊ നീ ആ മുറിയിൽ കയറിയത് ഞാനും ഒന്ന് മുതലെടുത്തു. കണ്ണിന് കണ്ണാവനി. നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറായിട്ട് നിന്നു. തന്താനേ തന്താനാനേ ദേവനന്ദ. മൂക്കൂത്തിയിൽ നിന്ന് തുടങ്ങിയ ആവണിയുടെ കഥ അവസാനം മൂക്കൂത്തി തന്നെ അവസാനിക്കാൻ പോവാ. തീരുന്നല്ലോ ദേവനന്ദ. തരികിട തരികിട താ. അത് ശരിയാച്ചാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേദവതി അമ്മയുടെ മരുമകളാകാൻ വേണ്ടി, ആ മൂക്കൂത്തി എടുത്ത് ധരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ അവള്. ഇപ്പൊ അതേ മൂക്കുത്തി കാരണം ഈ വീട്ടിൽ നിന്നേ പുറത്താവാൻ പോവാ.
എന്തായാലും എന്താ, വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാനായി നമുക്ക് നല്ലൊരു അവസരം കിട്ടിയതല്ലേ. അത്ര എളുപ്പത്തിൽ അവള് പുറത്തു പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? മൂക്കുത്തി കണ്ടെത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു കഥ ഇറക്കിയിട്ട് വീട്ടിൽ സ്ഥിരമാക്കുമെന്നല്ലാതെ പുറത്തേക്ക് പോവോ അവള്? ഓ, അതും ശരിയാണല്ലോ. വീട്ടിലെ ചുമരിൽ തറച്ച ആണി പോലെ ഒട്ടി നിൽക്കുക. അത്ര പെട്ടെന്നൊന്നും പറിക്കാൻ പറ്റില്ല. എനിക്കൊരു ചെറിയ സംശയം. എന്താണാവോ? ഞാൻ പറയാൻ പോകുന്നത് ആവനിയെ കുറിച്ചാ. കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാ. അതൊന്നും കേട്ടാരും വിഷമിക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ ചോദിക്കേട്ടാ. അത് കേട്ടിട്ട് ഞങ്ങള് വിഷമിക്കുവോ അതോ നിങ്ങള് വിഷമിക്കുവോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്നാ പിന്നെ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല. ചേച്ചി ഒന്നും പറയാതെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ചോദിക്കേട്ടാ. നീ എനിക്ക് ചൈന മതിൽ പോലെ രക്ഷയാ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആവനിയെ നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതല് ശ്രീകറിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൂജാമുറിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരിക്കൽ അവളുടെ ജീവൻ പോലും നോക്കാതെ അമ്മയ്ക്ക് വേണ്ടി കാവല് നിന്നതാ. അങ്ങനെയുള്ള ആവനി മൂക്കൂത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. നേരത്തെ എല്ലാവരും കൂടി ചേർന്ന് വട്ടം ചേർന്ന് അവളെ ആക്രമിച്ചെങ്കിലും എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ആവനിയെ കുറിച്ച് അത്ര പോസിറ്റീവായിട്ടൊന്നും നിങ്ങൾ കരുതാൻ നിൽക്കണ്ട. അവള് തരികിടയാ, എന്ത് വേണമെങ്കിലും ചെയ്യൂ അവള്. ഉറപ്പായും ആവര് തന്നെ ആയിരിക്കും അത് മോഷ്ടിച്ചത്. എനിക്ക് ഉറപ്പുള്ള കാര്യം അത്. ശരിയായിട്ടാ. മൂക്കുത്തി കാണാതെ പോയതിന്റെ പിന്നില് ശ്രീകറിന്റെയും നിഹാരികയുടെയും കല്യാണം മുടക്കണമെന്നുള്ള ചിന്തയും ഉണ്ടായിരിക്കും. എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ഞാൻ തീർത്തു തരാം. നമ്മുടെ ഗ്യാങ് ലീഡർക്ക് എന്തോ രഹസ്യം അറിയാന്ന്. അതേ പൃഥ്വിരാജ് ചേട്ടാ, ഇങ്ങനൊരു സന്ദർഭം വരുമ്പോ പറയാന്ന് കരുതി വെയിറ്റ് ചെയ്തതായിരുന്നു. എന്താ കാര്യം? ഈ പറഞ്ഞ മൂക്കുത്തി ആവനി മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഞാനാണത് എടുത്തത്. നീയോ? യെസ്, ഞാൻ തന്നെ. നിങ്ങളുടെയൊക്കെ മുഖത്തുള്ള ഈ ഷോക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതാ. ഒന്ന് വിശദമായിട്ട് പറ നിഹാരികെ. ഇന്നലെ നമ്മുടെ അമ്മ പൂജാ സാധനങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോ ഞാനും അമ്മയെ പോയി ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ. അതെ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറയട്ടെ. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വളരെ ബ്രില്യന്റ് ആയി അത് ആവനിയുടെ തലയിലിട്ടു. എന്റെ അമ്മോ, നീ നിസ്സാരക്കാരിയല്ലല്ലോ. മൂക്കുത്തി ഇപ്പൊ എന്റെ അടുത്ത് ഭദ്രമായിട്ടുണ്ട്. ആവനി രാത്രി പൂജാമുറിയിലേക്ക് പോയതുകൊണ്ട് ആ അവസരം ഞാനൊന്ന് മുതലെടുത്തെന്ന് മാത്രം. ആവനിക്ക് മുക്കുത്തി നാളെ എന്തായാലും തിരിച്ചെത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കും. നേരത്തെ ഹാളിൽ ഷോ ഇറക്കിയതുപോലെ നാളെയും ഞാനൊരു ഷോ ഇറക്കും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആവനിയെ നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഓക്കെ? ശരി. നിനക്ക് അമ്മയുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുമായിരിക്കാം, ദേവിയുടെ കണ്ണ് വെട്ടിക്കില്ലല്ലോ. ഇനി അമ്മയുടെ തീരുമാനം എന്താണോ ആവോ. ചെയ്യാത്ത കുറ്റമാണ് എന്റെ മേൽ ആരോപിച്ചത്. ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ എന്താ ഒരു വഴി?
ഒന്ന് ചിരിച്ചൂടെ? അളിയ, ഇനി നിങ്ങൾ ചേച്ചിയുടെ തോളത്ത് കൈയിട്ടോ. നൈസ്, വെരി ഗുഡ്. ആ ചേച്ചി, ഇനി നിങ്ങൾ ചെറുതായിട്ട്. എടാ മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഈ ഫോട്ടോഷൂട്ട്? ഒന്നും പറയണ്ട. ആവനിയായിട്ടുള്ള കല്യാണം നടന്ന ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ബെഡ്റൂമിൽ വെക്കാന്ന്. ഇനി അഥവാ കല്യാണം നടന്നില്ലെങ്കിൽ ഫോട്ടോയിൽ മാലയിട്ട് ചുമരിൽ തൂക്കും അത്രേ. ഏയ്, ഈ പ്ലാനൊക്കെ ഞാൻ അവളെ കണ്ട എന്നേ പറഞ്ഞതാ, ഓർമ്മയില്ലേ? വികാസ് ദുബായിൽ നിന്ന് ഇന്ത്യ വന്നപ്പോൾ തുടങ്ങി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാ. ഇവന്റെ കല്യാണം പെട്ടെന്ന് നടന്ന് ദുബായിലേക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. അതല്ല, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനി അപ്ഡേറ്റ്സ്? ചെറിയൊരു ഷോക്കിംഗ് ന്യൂസ്. എന്താ കാര്യം? അവനീ വീട്ടിൽ നിന്നും പുറത്താകുന്ന ഒരവസ്ഥയിലാ ഇപ്പൊ ഉള്ളത്. വാട്ട്? എന്തിന്? ഇതിപ്പോ എന്തുണ്ടായിട്ടാ? ഒന്ന് വേഗം പറ. എത്രയോ വർഷമായി ആചാര പ്രതീകമായിട്ട് കൈമാറി വന്ന അന്നപൂർണ ദേവിയായിട്ട് ബന്ധപ്പെട്ട ആ മൂക്കുത്തി പൂജാമുറിയിൽ കാണുന്നില്ല. അതും ആവണിയും തമ്മിൽ എന്താ ബന്ധം? പൂജാമുറിയിലേക്ക് വേദവതി അമ്മയോ ആവനിയോ അല്ലാതെ വേറെ ആരും കയറാറില്ല. ഇന്നലെ രാത്രി ആവനി കയറിയിരുന്നു. അതുകൊണ്ട് അത് എടുത്ത കുറ്റം ആവനിയുടെ തലയിലേ ഇപ്പോ. അവണി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ല നിഹാരിക. അതവിടെയുള്ള മറ്റാരോ ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പാ. ആ മുറിയിലേക്ക് വേറെ ആരും കയറാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വിക്കി? അപ്പോ വീട്ടിലിപ്പോ ഭയങ്കര ഭൂകമ്പം നടക്കുന്നുണ്ടാവുമല്ലോ. ചെറിയ ഭൂകമ്പം അല്ല. ആവനിക്ക് ഒരു ദിവസത്തിനുള്ളിൽ ആ മുക്കുത്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും അവളെ പുറത്താക്കിയിരിക്കും. അതിലിനി ഒരു സംശയം വേണ്ട. അവണിയെ പറഞ്ഞാച്ചാ ഞാനത് നോക്കി നിൽക്കുവോ? കള്ളത്തരം കാണിച്ച ആളെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടാണെങ്കിലും കണ്ടെത്തും. ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ച് കണ്ടെത്തും. എന്റെ അവനിയെ പക്ഷേ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കല്യാണം കഴിയുന്നവരെ അവനിയെ വേദവതി അമ്മയുടെ വീട്ടിൽ നിർത്തുന്നതാ മര്യാദ. അല്ലെങ്കിൽ ഞാൻ അടങ്ങില്ല. എല്ലാം നല്ല പോലെ മുന്നോട്ട് പോകുമെന്ന് കരുതി നിൽക്കുമ്പോ എന്താ ഈ നടക്കുന്നതൊക്കെ നിഹാരിക? ഒരു വിധത്തിൽ ആവനെ അവിടെ നിന്ന് പുറത്താക്കിയ അത് വിക്കിക്ക് ഉപകാരപ്പെടും ഗൗതമി. എങ്ങനെ? മുക്കുത്തി നാളെ ആവനെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി ആവനെ വീട്ടിൽ നിന്നും പുറത്താക്കും. ആ സമയത്ത് നീ റെഗുലർ ആയിട്ട് വരുന്നത് പോലെ ബിൽഡപ്പ് കൊടുത്തിട്ട് വാ. എന്നിട്ട് എന്റെ ഭാര്യയാകാൻ പോകുന്നവളെ അപമാനിക്കുന്നോ, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോ? ഇതെന്ത് ന്യായം? ഇതാണോ നിങ്ങളുടെ നീതിബോധം എന്നൊക്കെ ചോദിച്ച് ആവനിക്ക് വേണ്ടി അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കണം. സംസാരിച്ചാ? എന്നിട്ട് അവസാനം പറയേണ്ടത് എന്താണെന്ന് വെച്ചാ, ഇങ്ങനെ അപമാനിക്കപ്പെട്ട വീട്ടില് എന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഞാൻ ഒരു നിമിഷം പോലും നിർത്തില്ല, എന്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോളാന്ന് പറയണം. അതിന് ആവനി ഇത് സമ്മതിക്കോ? ആവനിക്ക് മറ്റൊരു വഴിയില്ലാത്ത വിധം നമ്മൾ ലോക്ക് ചെയ്യണം അവളെ. എന്റെ ചേച്ചിയുടെ വീടുണ്ടല്ലോ, പിന്നെന്തിനാ നിന്റെ ചേച്ചിയുടെ വീടെന്ന് വികാസിനോട് എതിർത്ത് സംസാരിച്ച? എന്താണെങ്കിലും അനന്തരവളായതുകൊണ്ട് വേദവതിയുടെ കുടുംബം സപ്പോർട്ട് ചെയ്താലോ? അളിയൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ നിഹാരികയെ ഇത്രയും ദിവസം നിർത്തിയതിൽ ഒരു തെറ്റുമില്ലെങ്കിൽ ഞാൻ 6-ാം തീയതി വരെ നിർത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് കോർട്ടിലെ ലോയർ വാദിക്കുന്നത് പോലെ വാദിക്ക്. ആവനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ആ പറഞ്ഞത് നല്ലൊരു പോയിന്റാ. അവനെ ആ വീട്ടിൽ നിന്നാ ഏതെങ്കിലും വിധത്തിൽ ശ്രീകറിന്റെ കൂടെ ഓഫീസിലേക്ക് പോവും. പക്ഷെ നീ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് വെച്ചോ, ആവനിക്ക് ആ അവസരം ഒരിക്കലും ഉണ്ടാവില്ല. ഷോക്കേസിലെ ബൊമ്മയെ പോലെ ആവനെ ഈ വീട്ടിൽ വെച്ച് നിനക്ക് കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ നിനക്ക് പ്ലസ് പോയിന്റ് അല്ലേ വിക്കി? എക്സാക്ട്ലി ചക്കരെ. കല്യാണത്തിന് മുമ്പ് അവണി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെയല്ലേ സന്തോഷം.